ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ മെഷീൻസ്, ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ടാവും. അത് വലിയ എമൗണ്ടിൻ്റെ മെഷീൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ആ മെഷീൻ വളരെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവാണ്ടിരിക്കുകയുള്ളൂ. അത്യാവശ്യം ലൈഫ് ആ മെഷീന് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് നമ്മൾ മെഷീൻ്റെ മെയിൻ്റനൻസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് സ്പെയർ പാർട്സ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? എത്ര ദിവസം കൂടുമ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അതോ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ബെറ്റർ? അതല്ല മന്ത്ലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ ബെറ്റർ? പ്രിവെൻഷൻ, മെയിൻ്റനൻസിൻ്റെ പ്രിവെൻഷൻ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, പ്രിവെൻഷൻ നമ്മളൊന്നും ചെയ്യേണ്ടതില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ്റനൻസ് ഡിലേ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് എന്താണ്? മെഷീന് ബ്രേക്ക് ഡൗൺ ആവും. ഇതുതന്നെയാണ് മെയിൻലി അല്ലേ. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ഐഡിയൽ ടൈം ഉണ്ടാവും. ഇപ്പോൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു മെഷീന് സ്വാഭാവികമായിട്ടും 9 മണി മുതൽ 5 മണി വരെ മെഷീൻ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 11 മണിയായ സമയത്ത് മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി. 2 hours ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്രയും സമയം നമ്മുടെ ലേബേഴ്സും വെറുതെ ഇരിക്കണ്ടേ? മെഷീൻ റൺ ചെയ്താൽ മാത്രമേ അവർക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഐഡിയൽ ടൈം ഉണ്ടാവും. ടൈം ഇഷ്ടംപോലെ ലാഗ് ആവുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് എന്നോണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് ബാധിക്കും. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ മെയിൻലി പഠിക്കുന്നത് കസ്റ്റമർ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുത്തു, ഇന്ന് തീർക്കേണ്ട വർക്കായിരുന്നു, പക്ഷേ ഇന്ന് മെഷീന് ബ്രേക്ക് ഡൗൺ ആയി. സ്വാഭാവികമായിട്ടും നമുക്ക് വർക്ക് നാളെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഇല്ല, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. എന്ത് കാരണത്താൽ? ഡിലേയിങ് മെയിൻ്റനൻസ് കാരണത്താൽ. മെയിൻ്റനൻസ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് ബാധിക്കും. ഓക്കെ ആണോ? യെസ്. സോ അപ്പോൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രോബ്ലം ബേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PQR company has kept a record of breakdown of its machine for 300 days work year as is shown below. സോ 300 ദിവസത്തെ ഡാറ്റയാണ് താഴെ പറയാൻ പോകുന്നത്. നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ, ഫ്രീക്വൻസി ഇൻ ഡേയ്സ്. ഈ 300 ദിവസത്തിലെ ഫസ്റ്റിലെ 40 ദിവസം നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ ഒന്നുമില്ല, 0 ആണ് ബ്രേക്ക് ഡൗൺ. പിന്നീടുള്ള 150 ദിവസത്തിൽ ഓരോ ദിവസവും എത്ര നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് ഉണ്ട്? ഒരു നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ. ഫസ്റ്റിൽ 40 ദിവസം 0 ബ്രേക്ക് ഡൗൺ ഓക്കെയാണ്. പിന്നീടുള്ള 150 ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ ബ്രേക്ക് ഡൗൺ ഉണ്ട്. പിന്നെയുള്ള 70 ദിവസത്തിൽ ഓരോ ദിവസവും 2 ബ്രേക്ക് ഡൗൺ ഉണ്ട്. പിന്നെയുള്ള 30 ദിവസത്തിൽ ഓരോ ദിവസവും 3 ബ്രേക്ക് ഡൗൺ ഉണ്ട്. പിന്നെയുള്ള ലാസ്റ്റ് 10 ഡേയ്സിൽ ഓരോ ദിവസവും 4 ബ്രേക്ക് ഡൗൺ ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ ഒരു വർഷം 300 ഡേയ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ഈ ലൈഫിൽ ഓരോ ദിവസങ്ങളിലും ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. യെസ്. The firm estimate that each breakdown cost 650 rupee and is considering adopting a preventive maintenance program which would cost 200 rupee per day and limit the number of breakdown to an average of 1 per day. Yes. ഓരോ തവണ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്തും അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത് മക്കളെ? 650 റുപ്പി. ഓക്കെ. ഇനി അവരൊരു പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണ്. എന്താണ്? ഒരു പ്രിവെൻഷൻ ആയിട്ട് ചെയ്യാൻ പോവാം. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അതിന് പ്രിവെൻറ്റ് ചെയ്യാം. കംപ്ലയിൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാം. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്? 200 റുപ്പീസാണ്. കംപ്ലയിൻ്റ് ആയാലും ഇല്ലെങ്കിലും പ്രിവെൻഷൻ കോസ്റ്റായിട്ട് ഒരു 200 രൂപ നമ്മൾ ആദ്യം തന്നെ ചിലവഴിക്കണം എല്ലാ ദിവസവും. അങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞാൽ മെച്ചം എന്താണ്? ലിമിറ്റ് ദ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ടു ആൻ ആവറേജ് ഓഫ് 1 പെർ ഡേ. ഇവിടെ ഇപ്പോൾ ലാസ്റ്റിലെ 10 ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം തന്നെ 4 ബ്രേക്ക് ഡൗൺ സംഭവിക്കണില്ലേ? ലാസ്റ്റിലെ 30 ദിവസം ഒരു ദിവസം തന്നെ 3 ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നില്ലേ? യെസ്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ദിവസവും ഓരോ ബ്രേക്ക് ഡൗൺ മാത്രമേ നമുക്ക് മാക്സിമം സംഭവിക്കുള്ളൂ. ഒരു ദിവസം തന്നെ 2 ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല. എങ്ങനെയാണെങ്കിൽ പ്രിവെൻഷൻ കോസ്റ്റ് ഡെയിലി 200 റുപ്പീസ് നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ എക്സ്പെക്റ്റഡ് ആനുവൽ സേവിങ്സ് ഫ്രം പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം? നമ്മൾ ഇങ്ങനെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 200 റുപ്പീസ് ചിലവഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾക്ക് അറിയേണ്ടത്
ഇവിടെ ഒരു ഫ്രീക്വൻസി അല്ലേ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവറേജ് ബ്രേക്ക് ഡൗൺ പെർ ഡേ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആവറേജ് ബ്രേക്ക് ഡൗൺ പെർ ഡേ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആദ്യത്തെ 40 ദിവസം നമുക്ക് ബ്രേക്ക് ഡൗണേ സംഭവിക്കുന്നില്ല. പിന്നെയുള്ള 150 ഡേയ്സ് നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീക്വൻസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ്ലി ഒരു ദിവസം എത്ര ബ്രേക്ക് ഡൗൺ ഉണ്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ബ്രേക്ക് ഡൗൺ പെർ ഡേ. ഈ 300 ദിവസത്തിൽ എല്ലാം കൂടെ കണക്കൂട്ടി വരുന്ന സമയത്ത് ഒരു ദിവസം ആവറേജ് എത്ര ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട് എന്നിട്ട് വേണം നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ. ലെറ്റ് സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആവറേജ് ബ്രേക്ക് ഡൗൺ. ആദ്യം നമ്മൾക്ക് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ നോക്കാം. 0, 1, 2, 3, 4. അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയേ. ആദ്യത്തെ 40 ദിവസം നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. യെസ്. പിന്നീടുള്ള 150 ഡേയ്സിൽ ഓരോ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീടുള്ള 70 ഡേയ്സിൽ ഓരോ ദിവസവും 2 ടൈംസ് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. പിന്നീടുള്ള 30 ഡേയ്സിൽ ഓരോ ദിവസവും 3 ടൈംസ് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. ലാസ്റ്റ് 10 ഡേയ്സിൽ ഓരോ ദിവസവും 4 ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 300 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആണ് നമ്മൾക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? 300 ഡേയ്സിൽ 0 ബ്രേക്ക് ഡൗൺ ആവുന്നത് എത്ര ദിവസം മാത്രമാണ്? 40 ഡേയ്സ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 300, അതായത് 0.134 അല്ലെങ്കിൽ 13.4%. അപ്പോൾ 100% ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ദിവസമാണ്. അതിൽ 13.4% ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ 0 ആവുന്നുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി എങ്ങനെയാ ഒരു ബ്രേക്ക് ഡൗൺ, ഒരു ഡെയിലി ഓരോ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കിട്ടുക? 150 ഡിവൈഡഡ് ബൈ 300 എത്ര കിട്ടുന്നു? 0.5 അല്ലെങ്കിൽ 50%, ആസ് യു വിഷ്, രണ്ടും വിളിക്കാം. 50% മീനിങ് എന്താണ്? ടോട്ടൽ 300 ഡേയ്സ് ഉണ്ട്. അതിന് 50% ദിവസങ്ങളിലും ഓരോ ദിവസം ഓരോ ബ്രേക്ക് ഡൗൺ നമുക്ക് സംഭവിക്കുന്നുണ്ട്. മൂന്നാമത് 70 ഡിവൈഡഡ് ബൈ 300 0.233, ദാറ്റ് മീൻസ് 23.333%. നാലാമത് 30 ഡിവൈഡഡ് ബൈ 300 10% അല്ലെങ്കിൽ 0.1. 10 ഡിവൈഡഡ് ബൈ 300 0.0333. എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 1 കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ 100% കിട്ടണം അല്ലേ? ഇപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ഇനി എങ്ങനെ എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം? വെരി സിമ്പിൾ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക മക്കളെ? 0.134 അല്ലെങ്കിൽ 13.4% ആണ് നമ്മുടെ പ്രോബബിലിറ്റി, നമുക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള പ്രോബബിലിറ്റി. എത്ര തവണയാണ് നമുക്ക് കംപ്ലയിൻറ്റ് വരിക? 0 ടൈംസ് ആണ്. ഇപ്പോൾ പ്രോബബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 0 ഇൻറ്റു 0.134, ദാറ്റ് മീൻസ് 0. രണ്ടാമതോ 1 ഇൻറ്റു 0.5 എത്ര വന്നു? 0.5 വന്നു. എന്താ അതിന് മീനിങ് മക്കളെ? ഓരോ ദിവസവും ഓരോ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്? 50% ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ ഈക്വൽ ടു 1 ഇൻറ്റു 0.5, 0.5. അടുത്തത് 2 ഇൻറ്റു 0.233, 0.466. 3 ഇൻറ്റു 0.1, 0.3. 4 ഇൻറ്റു 0.033, 0.132. ഇപ്പോൾ നമ്മൾക്ക് 100% ബ്രേക്ക് ഡൗൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് കിട്ടി 1.398 ബ്രേക്ക് ഡൗൺ ആണ് പെർ ഡേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെർ ഡേ ആണോട്ടോ നമ്മൾ കണ്ടുപിടിച്ചത്. എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ദിവസത്തെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തു. 1.398 ബ്രേക്ക് ഡൗൺ പെർ ഡേ. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾക്ക് എത്ര ബ്രേക്ക് ഡൗൺ സംഭവിക്കും? 1.398 ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ദ ബ്രേക്ക് ഡൗൺ ഈക്വൽ ടു 1.398 ഇൻറ്റു ഒരു ബ്രേക്ക് ഡൗണിന് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 650 റുപ്പി അല്ലേ? സോ ഇൻറ്റു 650 റുപ്പി. എത്ര രൂപയാണ് ഡെയിലി നമുക്ക് വരുന്ന കോസ്റ്റ്? ബ്രേക്ക് ഡൗൺ കോസ്റ്റ് 908.7 റുപ്പി. ഇനി നമ്മൾ പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിലോ? പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈക്വൽ ടു ഓരോ ദിവസവും നമുക്ക് പ്രിവെൻറ്റൻ ചെയ്യണമെങ്കിൽ 200 റുപ്പീസ് കോസ്റ്റ് വരുന്നില്ലേ? സോ 200 റുപ്പി
പ്ലസ് ഇനി പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ 0 ആണോ? 0 അല്ല. എന്താ കോസ്റ്റ് വരിക? ലിമിറ്റ് ദ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ടു ആൻ ആവറേജ് ഓഫ് 1 പെർ ഡേ. പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിലും ഓരോ ദിവസവും ഒരു തവണ നമുക്ക് എന്ത് വരുന്നുണ്ട്? മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്. സോ 200 റുപ്പീസ് ആണ് ഓരോ ദിവസവും പ്രിവെൻഷൻ കോസ്റ്റ് വരിക. പ്ലസ് ഓരോ ദിവസവും ഓരോ തവണ നമുക്ക് ബ്രേക്ക് ഡൗൺ വരും. 1 ഡേ ഇൻറ്റു 650 1 ഇൻറ്റു 650 റുപ്പിയാണ് ഓരോ ഓരോ മെയിൻ്റനൻസിനും നമുക്ക് വരുന്ന കോസ്റ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 850 റുപ്പീസാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്ന കോസ്റ്റ്. അപ്പോൾ പ്രിവെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് 908 ആണ്. പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് 850 ആണ്. എത്ര രൂപയുടെ ബെനിഫിറ്റാണ് നമുക്കുള്ളത് ഒരു ദിവസം? 908.7 മൈനസ് 850, അത് ഒരു ദിവസത്തെ ബെനിഫിറ്റ് അല്ലേ? ഇൻറ്റു അങ്ങനെ എത്ര ദിവസമാണുള്ളത്? 300 ഡേയ്സ് ആണുള്ളത്. ദാറ്റ് മീൻസ് 17,610 റുപ്പിയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ സേവിങ്സ് ബേസ്ഡ് ഓൺ പ്രിവെൻഷൻ. പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും രൂപ ഒരു വർഷം നമുക്ക് ലാഭിക്കാൻ പറ്റും മെയിൻ്റനൻസ് കോസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. കോപ്പി ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 സെൽഫ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ, നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, എ സോളാർ മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് ഒബ്സർവ്ഡ് ദ ഫോളോവിംഗ് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ഇൻ ഇറ്റ്സ് ന്യൂ ലാൻഡ് ഓവർ ദ പാസ്റ്റ് ഇയർ. സോ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗണും കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് മന്ത് ഇറ്റ് ഒക്കേർഡ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഡേയ്സ് ആയിരുന്നു, അതിന് പകരം ഇവിടെ മന്താണ്. സോ ഫസ്റ്റിലെ 3 മന്ത്സിൽ 0 ആണ് ബ്രേക്ക് ഡൗൺ ആയി ഇല്ല. പിന്നീടുള്ള 6 മാസം ഓരോ മാസത്തിലും ഓരോ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീടുള്ള 2 മന്തിൽ ഓരോ മന്തും 2 ടൈം ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മന്തിൽ മാത്രം 3 ടൈംസ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് കോസ്റ്റ് ദ ഫേംസ് 1500 ടു റെക്ടിഫൈ എ ലാൻഡ്. ഒരു തവണ ബ്രേക്ക് ഡൗൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് കോസ്റ്റ് വരുന്നത്? 1500 റുപ്പീസ്. ഷുഡ് ദ കമ്പനി ഗോ ഇൻ ഫോർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അറ്റ് 600 റുപ്പി പെർ മന്ത്. ഇനി പ്രിവെൻഷൻ നടത്തണമെങ്കിൽ ഓരോ മാസവും എത്ര രൂപയാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ് വരുന്നത്? 600 റുപ്പി. വിച്ച് വിൽ ലിമിറ്റ് ദ ബ്രേക്ക് ഡൗൺ ടു 1 പെർ മന്ത് പ്ലീസ് അഡ്വൈസ്. യെസ്, അങ്ങനെ 600 റുപ്പീസ് വെച്ച് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും എത്ര എണ്ണം ബ്രേക്ക് ഡൗൺ സംഭവിക്കുള്ളൂ? 1 നമ്പർ മാത്രം. പ്ലീസ് അഡ്വൈസ് എന്നാണ് ചോദിച്ചത്. ദാറ്റ് മീൻസ് വിച്ച് വൺ ഈസ് ബെറ്റർ ഓപ്ഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് എക്സ്പെക്റ്റഡ് മന്ത്ലി ബ്രേക്ക് ഡൗൺ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നേരെ നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ 0, 1, 2, 3. ഫ്രീക്വൻസി 3 മന്ത്, 6 മന്ത്, 2 മന്ത്, 1 മന്ത്. സെൽഫ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ടോട്ടൽ 12 മന്ത്. പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 3 ഡിവൈഡഡ് ബൈ 12 0.25, 6 ഡിവൈഡഡ് ബൈ 12 0.5, 2 ഡിവൈഡഡ് ബൈ 12 0.167, 1 ഡിവൈഡഡ് ബൈ 12 0.083. അതോടുകൂടെ പ്രോബബിലിറ്റി കഴിഞ്ഞു. എങ്ങനെ എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ കാൽക്കുലേറ്റ് ചെയ്യുക? 0 ഇൻറ്റു 0.25, 1 ഇൻറ്റു 0.5, 2 ഇൻറ്റു 0.167, 3 ഇൻറ്റു 0.083. ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു മാസം എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ എത്രയാണ്? 1.083. ബ്രേക്ക് ഡൗൺ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു മാസത്തിൽ 1.083 ടൈംസ് അല്ലേ നമുക്ക് ബ്രേക്ക് ഡൗൺ വരുന്നത്? ഇൻറ്റു ഓരോ ബ്രേക്ക് ഡൗണും കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1500. ദാറ്റ് മീൻസ് 1624.5 രൂപയാണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇനി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണെങ്കിലോ, പ്രിവെൻഷന് വേണ്ടിയിട്ട് ഓരോ മാസവും 600 രൂപ ചിലവഴിക്കണം. അങ്ങനെ പ്രിവെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും ഓരോ മാസവും ഒരു തവണ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ? സോ 1500 ഇൻറ്റു 1 ടൈം. അപ്പോൾ 600 പ്ലസ് 1500 എത്ര വന്നു? 2100 വന്നു. പ്രിവെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വരുന്ന ബ്രേക്ക് ഡൗൺ കോസ്റ്റ് 1624 ആണ്. പ്രിവെൻഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് 2100 ആണ്. വിച്ച് വൺ ഈസ് ബെറ്റർ? ഈ കേസിൽ നമ്മൾ പ്രിവെൻഷൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അതാണ് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ്. It is advisable to go with the breakdown maintenance as cost for breakdown less than cost of preventive cost. ഇവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ആണ്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്തുകൊണ്ടാണ്? പ്രിവെൻറ്റീവ് കോസ്റ്റിനേക്കാൾ കുറവാണ് നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത്. ഓക്കെ, സോ കോപ്പി ചെയ്തോളൂ. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, സെയിം ഡിറ്റോ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കണം. ശേഷം ആൻസർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ്. സോ ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. Maharashtra Trucking Company has a fleet of 50 trucks. The past data on the breakdown of the trucks show the following probability distribution for a new truck as well as for one which has been repaired after breakdown. Month after maintenance, probability of breakdown. യെസ്, മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ മാസം ബ്രേക്ക് ഡൗൺ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 0.1 അല്ലെങ്കിൽ 10%. മന്ത് ആഫ്റ്റർ മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞത്. മെയിൻ്റനൻസ് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം കംപ്ലൈൻറ്റ് വരാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 20%. സോ മൂന്നാമത്തെ മാസം വരാനുള്ള പ്രോബബിലിറ്റി 30%. നാലാമത്തെ മാസം വരാനുള്ള പ്രോബബിലിറ്റി 40%. ടോട്ടൽ 100% അല്ലെങ്കിൽ 1 ആയിട്ടുണ്ട്. Each breakdown cost 3,000 rupee on an average, which include cost of time loss and cost of material and manpower. The manager of MTC known the importance of preventive maintenance. He estimated the cost of the preventive maintenance to be 500 rupee per such preventive action. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എത്രയാടാ? ക്വസ്റ്റ്യൻ നമ്പർ 8. യെസ്, നമുക്ക് പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ബ്രേക്ക് ഡൗണും നമ്പർ ഓഫ് മന്ത് ഇൻകേർഡല്ലേ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ മന്ത് ആഫ്റ്റർ മെയിൻ്റനൻസും പ്രോബബിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് ബ്രേക്ക് ഡൗണിൻ്റെ പ്രോബബിലിറ്റി അല്ല, മന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് മന്ത് ആഫ്റ്റർ മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് കഴിഞ്ഞ് ഒന്നാമത്തെ മാസം കംപ്ലീറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 0.1 ആണ്. അപ്പോൾ അത് കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചോട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫാണ്. എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ അല്ല, എക്സ്പെക്റ്റഡ് ലൈഫാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എക്സ്പെക്റ്റഡ് ലൈഫ്. നെക്സ്റ്റ് മന്ത് പ്രോബബിലിറ്റി എക്സ്പെക്റ്റഡ് ലൈഫ്. മന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ മാസം, പിന്നെ 1ഉം 2ഉം, അതായത് രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം, നാലാമത്തെ മാസം. പ്രോബബിലിറ്റി ഫോർ 1 മന്ത് 0.1, 2 മന്ത് 0.2, 3 മന്ത് 0.3, 4 മന്ത് 0.4. സോ എക്സ്പെക്റ്റഡ് ലൈഫ് സിക്കൽ ടു നമുക്കറിയാം, മന്ത് ഇൻറ്റു പ്രോബബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ലൈഫ് കിട്ടി. 1 ഇൻറ്റു 0.1, 0.1, 2 ഇൻറ്റു 0.2, 0.4, 3 ഇൻറ്റു 0.3, 0.9, 4 ഇൻറ്റു 0.4, 1.6. ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ലൈഫ് ഉള്ളത്. സോ നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ഓടുന്ന സമയത്ത് 0.1 പ്ലസ് 0.4 പ്ലസ് 0.9 പ്ലസ് 1.6 നമുക്ക് കിട്ടുന്നത് 3 എന്ന് പറയുന്നൊരു ആൻസറാണ്. ഈ 3 എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 മന്താണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ 3 ബ്രേക്ക് ഡൗൺ അങ്ങനെയല്ലേ എഴുതാറുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ 3 മന്ത് എന്ന് എഴുതിയത്? നമ്മളിവിടെ സാധാരണ ചെയ്യാറുള്ളത് നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ആണ് കണ്ടുപിടിക്കാറുള്ളത്. അതിന് പകരം ഞാനിവിടെ എന്താ എഴുതിയിട്ടുള്ളത്? മന്താണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മന്താണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്തായിരിക്കും? മന്തായിരിക്കും. എന്താണ് ഈ 3 മന്തിൻ്റെ മീനിങ്? ഇത് എക്സ്പെക്റ്റഡ് ലൈഫാണ്. എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെയുള്ള ഡാറ്റ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മാസം, രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം, നാലാമത്തെ മാസം. പക്ഷേ ഒരു മെഷീന് നമ്മൾ വൺസ് നമ്മൾ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത ശേഷം പിന്നെ എത്ര മാസമാണ് എക്സ്പെക്റ്റഡ് ലൈഫ് കിട്ടാൻ പോകുന്നത്? 3 മന്ത്. അതിൽ ചില മെഷീൻ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഒന്നാമത്തെ മാസം തന്നെ കംപ്ലൈൻറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.1 ആണ്. ചില മെഷീന് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട്, ദാറ്റ് മീൻസ് ആഫ്റ്റർ മെയിൻ്റനൻസ് 2 മാസം നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.2 ആണ്. ചില മെഷീന് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് 3 മന്ത് നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി 0.3 ആണ്. ചില മെഷീൻ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടും 4 മാസം നമുക്ക് ലൈഫ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി 0.4 ആണ്. അപ്പോൾ ചില മെഷീന് 1 മാസമേ കിട്ടുന്നുള്ളൂ, ചില മെഷീന് 4 മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആവറേജ് എത്രയാണ്? 3 മന്താണ് ഒരു മെയിൻ്റനൻസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ലൈഫ്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് പെർ മന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3,000 റുപ്പീസാണ് ഒരു ബ്രേക്ക് ഡൗണിന് നമുക്ക് വരുന്ന കോസ്റ്റ് അല്ലേ? യെസ്, 3,000 റുപ്പീസാണ് ഒരു മെയിൻ്റനൻസിന് ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് വരുന്ന കോസ്റ്റ്. എത്ര മാസം കൂടുമ്പോഴാണ് നമുക്ക്
ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺ ഉള്ളത് 3 months കൂടുമ്പോഴല്ലേ ഉള്ളൂ. കാരണം ലൈഫ് 3 month കിട്ടുന്നുണ്ട് ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ. അപ്പോൾ ഈ 3000 റുപ്പീസ് നമ്മൾക്ക് ഒരു തവണ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് വരുന്നത് 3 മാസം കൂടുമ്പോഴാണ്. എനിക്ക് കിട്ടേണ്ടത് എന്താണ്? ടോട്ടൽ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് പെർ മന്ത് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 3000 ഡിവൈഡഡ് ബൈ 3 month ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. 3 മാസമാണ് നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ലൈഫ് ഉള്ളത്. 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്രേക്ക് ഡൗൺ കോസ്റ്റ് നമ്മൾ ചിലവഴിക്കേണ്ടത്, നമ്മുടെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 3000 റുപ്പീസാണ് ഒരു തവണ ബ്രേക്ക് ഡൗൺ ആവാൻ നമുക്ക് കോസ്റ്റ് വരുന്നത്. അത് എത്ര മാസം കൂടുമ്പോഴേ വരുള്ളൂ? 3 months കൂടുമ്പോഴല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിലുള്ള കോസ്റ്റ് എത്രയാ? 3000 ഡിവൈഡഡ് ബൈ 3 month. ഇത് ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ഒരു ട്രക്കിൻ്റെ കോസ്റ്റാണ്. അങ്ങനത്തെ എത്ര ട്രക്ക് ഉണ്ട് നമ്മൾക്ക്? 50 ട്രക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു മാസത്തിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് സിക്കൽ ടു 50,000 റുപ്പി. ഇപ്പോൾ നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ ടോട്ടൽ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് പെർ മന്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നോ ഇഷ്യൂ. ഇനി ഇതിൻ്റെ ബി പാർട്ട് കുറച്ച് അഡ്വാൻസ്ഡാണ്, നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത പോലെയല്ല. ഇഫ് മാനേജർ ഓഫ് MTC നോൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ഈ കേസിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പ്രിവെൻറ്റീവ് കോസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഹി എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ടു ബി 500 റുപ്പി പെർ സച്ച് പ്രിവെൻറ്റീവ് ആക്ഷൻ. എത്ര രൂപയാണ് നമുക്ക് പ്രിവെൻറ്റീവ് കോസ്റ്റ് ആയിട്ട് വരുന്നത്? 500 റുപ്പീസ് ആണ് വരുന്നത്. വാട്ട് ഷുഡ് ബി ദ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് പോളിസി ഇൻ ടേംസ് ഓഫ് ദ മിക്സ് ഓഫ് പ്രിവെൻറ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് പറയാറുള്ളത് പ്രിവെൻറ്റീവ് കോസ്റ്റ് 200 റുപ്പീസ് ആയിരിക്കും ഒരു ദിവസം നമ്മൾക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഡെയിലി ബ്രേക്ക് ഡൗൺ ഒന്നായിട്ട് കുറക്കാൻ പറ്റും അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റൻസിലൊക്കെ അങ്ങനെയുള്ളത് 250 റുപ്പീസാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഡെയിലി ബ്രേക്ക് ഡൗൺ അത്രേ വരുന്നുള്ളൂ, ഒരു ബ്രേക്ക് ഡൗൺ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? ഓരോ ദിവസവും പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കണം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കണം, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. 500 റുപ്പി പെർ സച്ച് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നാണ് യൂസ് ചെയ്തത്. എത്ര ദിവസം കൂടുമ്പോഴാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കേണ്ടത്, എത്ര മാസം കൂടുമ്പോഴാണ് ചിലവഴിക്കേണ്ടത്, ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. വാട്ട് ഷുഡ് ബി ദ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് പോളിസി ഇൻ ടേംസ് ഓഫ് ദ മിക്സ് ഓഫ് പ്രിവെൻറ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്? അപ്രോപ്രിയേറ്റ് പോളിസി എന്താണെന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ മാസത്തിലും പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കണോ, 2 മാസം കൂടുമ്പോഴാണോ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കേണ്ടത്, അതോ 3 മാസം കൂടുമ്പോൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിച്ചാൽ മതിയോ? ഈ കാര്യം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതണം. ആൻസർ ഞാൻ ആദ്യം കാണിച്ചു തരാം, നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബെസ്റ്റ് പ്രിവെൻറ്റീവ് പോളിസി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? എല്ലാ മാസവും നമ്മൾ പ്രിവെൻറ്റീവ് പോളിസി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? 2 മാസം കൂടുമ്പോൾ ചെയ്താൽ മതിയോ, 3 മാസം കൂടുമ്പോൾ ചെയ്താൽ മതിയോ, 4 മാസം കൂടുമ്പോൾ ചെയ്താൽ മതിയോ? 4 മാസത്തെ ഡാറ്റ എല്ലാ ക്വസ്റ്റ്യനിലുള്ളൂ. ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനേക്ക് ആവശ്യമുള്ള ഡാറ്റ നമുക്ക് പറയാം. മന്ത്, ബ്രേക്ക് ഡൗൺ, കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ, ക്യുമുലേറ്റ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്. ഓരോന്നും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുന്നുണ്ട്. എല്ലാ മാസവും പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരിക? ഇതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മന്ത് 1, ഒന്നാമത്തെ മാസം നമുക്ക് എത്രയാണ് ബ്രേക്ക് ഡൗൺ വരുന്നത്? നോക്കിയേ, 10% അല്ലേ നമ്മുടെ പ്രോബബിലിറ്റി ഉള്ളത്? 10% ആണ്. സോ ടോട്ടൽ ട്രക്ക് 50 ട്രക്കാണ്. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞത്? 0.1. സോ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. 50 ട്രക്ക് ഇൻറ്റു 10%, ദാറ്റ് മീൻസ് 5 ട്രക്ക്. ഒന്നാമത്തെ മാസം നമ്മൾക്ക് എന്തായാലും ഈ 50 ട്രക്കുകളിൽ 5 ട്രക്ക് എന്ത് സംഭവിച്ചിരിക്കും? കംപ്ലൈൻറ്റ് വന്നിരിക്കും, ബ്രേക്ക് ഡൗൺ വന്നിരിക്കും. അതിന് എത്ര രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ വരിക? ഒരു ട്രക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 3000 റുപ്പീസ് അല്ലേ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് വരിക. സോ അങ്ങനെയാണെങ്കിൽ 5 ട്രക്കിന് 5 ഇൻറ്റു 3000, 15,000 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ. ഇനി എങ്ങനെയാണ് അത് ക്യുമുലേറ്റ് ചെയ്യുക? ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഒരു ഒറ്റ ഡാറ്റ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സെയിം എമൗണ്ട് മാത്രം ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി, 15,000 റുപ്പി. ഇനി ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓരോ മാസവും നമ്മൾ കംപ്ലൈൻറ്റ് ശരിയാക്കുന്നുണ്ടെങ്കിൽ, ഓരോ മാസവും നമ്മൾ എന്ത് റെഡിയാക്കുന്നുണ്ടെങ്കിൽ, ഓരോ മാസവും നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന ടോട്ടൽ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് 15,000 റുപ്പീസാണ്. പക്ഷേ നമ്മൾക്ക് പ്രിവെൻറ്റീവ് കോസ്റ്റും കൂടി ഇൻകർ ആവും, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് മാത്രമല്ല. പ്രിവെൻറ്റീവ് കോസ്റ്റ് എത്രയാണ് ഇൻകർ ആവുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 500 റുപ്പീസാണ് ഓരോ യൂണിറ്റിലും നമ്മൾക്ക് ഇൻകർ ആവുന്ന പ്രിവെൻറ്റീവ് കോസ്റ്റ്.
500 റുപ്പി. സോ 500 റുപ്പി ഇൻറ്റു അങ്ങനെ എത്ര ട്രക്ക് ഉണ്ട്? 50 ട്രക്കില്ലേ? സോ 500 ഇൻറ്റു 50 25,000 റുപ്പീസാണ് നമ്മുടെ ടോട്ടൽ പ്രിവെൻറ്റീവ് കോസ്റ്റ്. എങ്ങനെയാണെങ്കിൽ ഓരോ മാസവും നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? നമ്മൾക്കറിയാം 25,000 റുപ്പീസാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ്. നമ്മുടെ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് 15,000 റുപ്പീസാണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 റുപ്പീസാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ ആണോ? യെസ്. ഇനി എങ്ങനെ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ടോട്ടൽ കോസ്റ്റ് 40,000 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള കോസ്റ്റ് അല്ലേ? ഓരോ മാസത്തേക്ക് വരുന്ന കോസ്റ്റ് അല്ലേ? സോ 40,000 ഡിവൈഡഡ് ബൈ 1 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കോസ്റ്റും എത്ര തന്നെയാണ് കിട്ടുക? 40,000 റുപ്പി. ഓക്കെ. ഇനി 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രിവെൻഷൻ ചെയ്യാൻ പോകുന്നത്. മന്ത്ലി ചെയ്യുന്നില്ല. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ചെയ്യില്ല, പിറ്റത്തെ മാസം ചെയ്യുള്ളൂ. ഓരോ 2 മന്ത് കൂടുമ്പോഴാണ് നമ്മൾ പ്രിവെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവ് കോസ്റ്റ് മന്ത്ലി ഇൻകർ ആവുന്നുണ്ടോ? ഇല്ല, 2 മാസം കൂടുമ്പോഴേ ഇൻകർ ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് വരിക? നല്ലപോലെ ശ്രദ്ധിക്കണം. 2 മാസം കൂടുമ്പോഴാണെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണ്? കംപ്ലൈൻറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 20% അല്ലേ? യെസ്. ഓക്കെ. സോ നമുക്ക് 2 മാസം കൂടുമ്പോൾ 50 ട്രക്കാണ് നമ്മളെ കയ്യിലുള്ളത്. ഈ 50 ട്രക്കിൻ്റെ 20% ആണ് കംപ്ലൈൻറ്റ് വരിക. 50 ഇൻറ്റു 20%. 10 ട്രക്കും എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ സംഭവിച്ചിരിക്കും. കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഒരു ടെസ്റ്റും കൂടെ ഈ ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ്? എടാ, നിങ്ങൾ ഒന്നാമത്തെ മാസം സ്വാഭാവികമായിട്ടും 10% അല്ലേ നമ്മൾക്ക് കംപ്ലൈൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഉള്ളത്. സോ 50 ഇൻറ്റു 10% ചെയ്തിട്ട് 5 എന്ന് പറയുന്നൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? യെസ്. ഇതിപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് നമ്മളെല്ലാം മെയിൻ്റനൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു 5 എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 5 എണ്ണവും അടുത്ത മാസം വീണ്ടും ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ലേ? അതെങ്ങനെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക? ഈ 5 എണ്ണത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക? ഒരു മാസം കൂടുമ്പോൾ 10% അല്ലേ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. സോ ഈ 5 നമ്പേഴ്സിന് ഇൻറ്റു 10% അല്ലെങ്കിൽ 0.1, ദാറ്റ് മീൻസ് 0.5 ട്രക്കിനും കൂടെ എന്ത് അഡീഷണലി നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് നോക്കണം. സോ അതെങ്ങനെ വരുന്നത്? ഓൾറെഡി സ്വാഭാവികമായിട്ടും 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ കംപ്ലൈൻറ്റ് ശരിയാക്കുകയെന്നുണ്ടെങ്കിൽ 50 ട്രക്കിന് 20% നമുക്ക് കംപ്ലൈൻറ്റ് എന്തായാലും ഇൻക്രാവും. അത് സ്വാഭാവികമാണ്. പിന്നെയോ, നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു 50 ട്രക്കിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ 5 എണ്ണം നമ്മൾ മെയിൻ്റനൻസ് ശരിയാക്കിയിട്ടുണ്ട്. ആ 5 എണ്ണം അവിടെ ഉണ്ട്, ശരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ശരിയാക്കിയിട്ട് ഒരു മാസമായില്ലേ? മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് ഒരു മാസമായി. മെയിൻ്റനൻസ് കഴിഞ്ഞ് ഒരു മാസമായി കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ് നമുക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത? ബ്രേക്ക് ഡൗൺ വരാനുള്ള സാധ്യത 10% ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ 5 എണ്ണത്തിൻ്റെ 10%, അതായത് 0.5 കൂടെ ഞാൻ അഡീഷണലി ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ ടോട്ടൽ ബ്രേക്ക് ഡൗൺ എത്രയാണ്? 10 പ്ലസ് 0.5, 10.5 ആണ് നമ്മുടെ ബ്രേക്ക് ഡൗൺ, നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ. ഇൻറ്റു ഓരോന്നിനും 3,000 റുപ്പീസ് അല്ലേ കോസ്റ്റ് വരിക. 10.5 ഇൻറ്റു 3,000, 31,500 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എങ്ങനെ ക്യുമുലേറ്റ് ചെയ്യാം? ഇത് ശ്രദ്ധിക്കണം. ക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി 15,000 റുപ്പീസ് നമ്മൾക്ക് ഒന്നാമത്തെ മാസം ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്. പ്ലസ് രണ്ടാമത്തെ മാസം എത്ര രൂപയും കൂടി ഇൻകറായി? 31,500 റുപ്പീസും കൂടെ ഇൻകറായി. ടോട്ടൽ 46,500 റുപ്പീസാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ മാസത്തിൽ. ഓക്കെ. ഇനി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ ഇൻകറാവുക? എടാ, 500 രൂപയല്ലേ ഒരു യൂണിറ്റിന്, ഒരു ട്രക്കിന് വരുന്ന കോസ്റ്റ്. അങ്ങനെ 50 ട്രക്കല്ലേ ഉള്ളത്. അങ്ങനെയാണ് 25,000 റുപ്പീസ് വന്നത്. അതിന് 2 മാസം കൂടുമ്പോൾ ഇൻകർ ആവുകയാണെങ്കിലും ഈ 25,000 റുപ്പീസ് അതേപോലെ ഇൻകർ ആവുള്ളൂ. യെസ്, ഒരു വ്യത്യാസമില്ല. സോ സെയിം 25,000 റുപ്പി. ഇപ്പോൾ ഇത്ര ടോട്ടൽ കോസ്റ്റ് ഇൻകർ ആയത് 46,500 റുപ്പി പ്ലസ് 25,000, 71,500 റുപ്പീസാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ ആണോ? പക്ഷേ ഈ 71,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തേക്കുള്ള കോസ്റ്റ് അല്ലടാ. അതുകൊണ്ടല്ലേ ഞാനിത് ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ക്യുമുലേറ്റ് കണ്ടുപിടിക്കാനുള്ള കാരണം. ഒന്നാമത്തെ മാസം ഒരു 15,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. പ്ലസ് രണ്ടാമത്തെ മാസം ഒരു 31,500 കൂടി വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടല്ലേ ഈ 46,500 റുപ്പീസ് വന്നത്. യെസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 71,500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തേക്കുള്ള കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് അതേപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസം രണ്ടും കൂടെ ആഡ് ചെയ്യാത്തത്? എടാ, പ്രിവെൻറ്റീവ് കോസ്റ്റ് ഇവിടെ 2 മാസം കൂടുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ മാസം അങ്ങനത്തെ ഒരു കോസ്റ്റേ നമുക്ക് വന്നിട്ടില്ല. രണ്ടാമത്തെ മാസത്തെ 25,000 രൂപ മാത്രമേ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ 2 മാസം കൂടുമ്പോൾ ഞാൻ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുകയാണെങ്കിലും ഒന്നാമത്തെ മാസം ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ എനിക്ക് സംഭവിച്ചിരിക്കും.
പ്ലസ് രണ്ടാമത്തെ മാസം ഈ പറയുന്ന 31,500 രൂപ എന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ കോസ്റ്റും എനിക്ക് സംഭവിച്ചിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഇസ് ഇക്വൽ ടു 46,500 റുപ്പി. പ്ലസ് അഡീഷണലി രണ്ടാമത്തെ വർഷം ഞാൻ പ്രിവെൻഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഒരു 25,000 റുപ്പീസും കൂടെ വരും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 71,500 രൂപ. ഈ 71,500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി കോസ്റ്റ് ആണോ? അല്ല, 2 മാസത്തേക്കുള്ള കോസ്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് മന്ത്ലി കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 71,500 ഡിവൈഡഡ് ബൈ 2 35,750 റുപ്പീസാണ്. 2 മന്ത് കൂടുമ്പോൾ നിങ്ങൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ആവുന്ന ടോട്ടൽ കോസ്റ്റ് പെർ മന്ത്. ഓക്കെ ആണോ? ഇനി അത് 3 മന്ത് കൂടുമ്പോഴാണെങ്കിലോ? നോക്കിയേ, 3 മാസത്തിൽ നമ്മൾക്ക് ഇൻകം ആവുന്ന ബ്രേക്ക് ഡൗൺ പെർസെൻറ്റേജ് എത്രയാണ്? നിങ്ങൾ 3 മാസം കൂടുമ്പോഴാണെങ്കിൽ 30% ആണ് നമ്മൾക്ക് ഇൻകം ആവുന്ന ബ്രേക്ക് ഡൗൺ പെർസെൻറ്റേജ്. സോ 50 ട്രക്ക് നമ്മൾക്കുണ്ട്, ഇൻറ്റു 30% ചെയ്ത് കഴിഞ്ഞാൽ 15 ട്രക്കും എന്ത് സംഭവിച്ചിരിക്കും? കംപ്ലൈൻറ്റ് സംഭവിച്ചിരിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ മാസത്തിൽ ഒരു 5 ട്രക്ക് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ലേ? ആ 5 ട്രക്കിന് ഇപ്പോൾ എത്ര മാസമായിട്ടുണ്ടാവും? ഒന്നാമത്തെ മാസം കഴിഞ്ഞ്, രണ്ടാമത്തെ മാസം കഴിഞ്ഞ്, മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തി. ദാറ്റ് മീൻസ് അഡീഷണലി 2 മന്തും കൂടെ അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 5 ട്രക്കിന് രണ്ടാമത്തെ മാസം എത്ര പെർസെൻറ്റേജ് ആണ് കംപ്ലൈൻറ്റ് വരുന്നത്? 2 മാസം കൂടുമ്പോൾ 20% കംപ്ലൈൻറ്റ് വരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒന്നാമത്തെ മാസം ഞാൻ റെഡിയാക്കിയിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് ചിലവഴിച്ചിട്ടുള്ള ഈ 5 ട്രക്കിന് 2 മാസം കഴിഞ്ഞാൽ 20% ഇനിയും ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതും കൂടെ ഞാൻ കൺസിഡർ ചെയ്യണം. 5 ഇൻറ്റു 20% 1 ട്രക്കിന്, അന്ന് നമ്മൾ ശരിയാക്കിയിട്ടുള്ള ഒരു ട്രക്കിനും കൂടെ ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവും. കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ മാസം നമുക്ക് 10.5 നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ? അപ്പോൾ ഈ 10.5ന് എത്ര ശതമാനമാണ് ഒന്നാമത്തെ മാസം ബ്രേക്ക് ഡൗൺ വരിക? 10%. 10.5 ഇൻറ്റു 10% എത്രയാണോ കിട്ടുന്നത് അത്രയും ബ്രേക്ക് ഡൗൺ പിന്നെയും സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 10.5 ഇൻറ്റു 10%, ദാറ്റ് മീൻസ് 1.05. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ എങ്ങനെ സംഭവിക്കുക? 15 പ്ലസ് 1 പ്ലസ് 1.05, 17.05 ആണ് നമ്മുടെ ടോട്ടൽ ബ്രേക്ക് ഡൗൺ, നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ, ഇൻറ്റു ഓരോ തവണ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കോസ്റ്റ് 3,000 റുപ്പി. ടോട്ടൽ 51,150 റുപ്പീസാണ് കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ. ഇനി എങ്ങനെ ക്യുമുലേറ്റ് ചെയ്യുക? ഓൾറെഡി 2 മാസത്തേക്ക് 46,500 രൂപ ഇൻകം ആവുന്നുണ്ട്. പ്ലസ് 3 മാസം കൂടുമ്പോഴാണെങ്കിൽ 51,150 രൂപ. ടോട്ടൽ കോസ്റ്റ് 97,650 റുപ്പി. ഓക്കെ ആണോ? യെസ്. 97,650 പ്ലസ് എത്രയാണ് നമുക്ക് വരുന്ന പ്രിവെൻറ്റീവ് കോസ്റ്റ്? 3 മാസം കൂടുമ്പോഴാണെങ്കിലും 25,000 റുപ്പീസ് അല്ലേ വരുള്ളൂ? യെസ്. ടോട്ടൽ എത്രയാണ്? 1,22,650. ഈ 1,22,650 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തേക്കുള്ള കോസ്റ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ ആവറേജ് കോസ്റ്റ് എത്രയായിരിക്കും? ഡിവൈഡഡ് ബൈ 3 മന്ത് എത്ര വന്നു? 40,885 റുപ്പീസ് വന്നു. യെസ്. ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് 4ാമത്തെ മാസത്തും ചെയ്യാം. പക്ഷെ ഞാൻ എക്സാം പെർസ്പെക്റ്റീവിൽ ഒന്ന് ഈസിയാക്കി പറഞ്ഞുതരാം. എടാ, ഒന്നാമത്തെ മാസം 40,000 റുപ്പീസ് അല്ലേ നമുക്ക് വന്നത്? യെസ്. അങ്ങനെ നമ്മൾ രണ്ടാമത് നമ്മൾ നോക്കി, 2 മാസം കൂടുമ്പോൾ പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ 35,750 റുപ്പീസാണ് വന്നത്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ മാസത്തെ എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് രണ്ടാമത്തെ മാസം വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെന്താ നോക്കേണ്ടത്? എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുക? ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എത്ര മാസം കൂടുമ്പോൾ പ്രിവെൻഷൻ ചെയ്യുന്നതാണോ വരുന്നത് അത്രയും മാസമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഓരോ മാസത്തിലും പ്രിവെൻഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസവും പ്രിവെൻഷൻ ചെയ്യണം. ഇനി അതല്ല, 4 മാസം കൂടുമ്പോഴാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കൂടുമ്പോൾ പ്രിവെൻഷൻ ചെയ്താൽ മതി. ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്? യെസ്. അപ്പോൾ ഒന്നാമത്തെ മാസം നമ്മൾക്ക് ആവറേജ് കോസ്റ്റ് വരുന്നത് 40,000 റുപ്പീസാണ്. ഇനി 2 മാസം കൂടുമ്പോൾ പ്രിവെൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് വരുന്ന ആവറേജ് കോസ്റ്റ് 35,750 ആണ്. അതായത് ഒന്നാമത്തെ മാസം പ്രിവെൻഷൻ ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനി 3 മാസം കൂടുമ്പോൾ പ്രിവെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും കോസ്റ്റ് കുറഞ്ഞാലോ? ചാൻസസ് ഇല്ലേ? യെസ്. അപ്പോൾ നമ്മൾ 3 മാസത്തെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വന്നത് 40,885 ആണ്. ദാറ്റ് മീൻസ് 2 മാസം കൂടുമ്പോൾ പ്രിവെൻഷൻ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് വരുന്നതിനേക്കാൾ കൂടിയ എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ബേസിൽ ചെയ്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് കിട്ടി, പിന്നീട് അങ്ങോട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ശേഷം വരുന്ന എല്ലാ കോസ്റ്റും അതിനേക്കാൾ ഇൻക്രീസ് ചെയ്ത് വരുന്ന കോസ്റ്റ് ആയിരിക്കും അല്ലേ?
ഒന്നാമത്തത് 40,000 റുപ്പീസ് ആയിരുന്നു, അത് ഓക്കെ ആയി. രണ്ടാമത്തെ നോക്കിയപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് കിട്ടിയത്, 35,750. ഇനി മൂന്നാമത്തെ മാസം നോക്കിയപ്പോൾ വീണ്ടും കോസ്റ്റ് കൂടി, എത്രയായിട്ടുണ്ട്? 40,000 സംതിങ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇനി നാലാമത്തെ അഞ്ചാമത്തൊക്കെ ഇതിനേക്കാൾ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? വേണമെങ്കിൽ രണ്ടാമത്തെ മാസത്തിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോറി, രണ്ടാമത്തെ മാസമല്ല, മൂന്നാമത്തെ മാസം വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താ? രണ്ടിനേക്കാൾ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാലാമത്തെ വീണ്ടും കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക. വെറുതെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ക്യാൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് വരുന്നത്? രണ്ടാമത്തെ മാസമാണ്, 35,750. എന്താ ഇതിൻ്റെ മീനിങ്? നമ്മൾ പ്രിവെൻഷൻ കോസ്റ്റ് ചിലവഴിക്കേണ്ടത് ഓരോ 2 മാസം കൂടുമ്പോഴാണ്. അതാണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറവ്. ക്ലിയർ? യെസ്. സോ ഇത്രയാണ് നമ്മൾക്കതിൽ എഴുതേണ്ടത്. നമ്മൾ പ്രിവെൻഷൻ കോസ്റ്റ് ചിലവഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്? മന്ത്ലി 50,000 റുപ്പീസ് ആണ്. പ്രിവെൻഷൻ കോസ്റ്റ് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയേ ഉള്ളൂ? 35,750 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് ഏരിയ, സെക്കൻഡ്, തേർഡ്. Next, question number 16. Question number 16. In a simulation operations, a firm's maintenance person receive request for service and provided service during an 8 hours period as shown below. So 8 hours-ൻ്റെ ഡാറ്റയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. റിക്വസ്റ്റ് അറൈവൽ ടൈം, സർവീസ് ടൈം. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഷോപ്പാണെന്ന് വെച്ചോ. ഒരു മൊബൈൽ ഷോപ്പിൽ രാവിലെ ഒരു 6 മണിക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള 8 hours-ൻ്റെ ഡാറ്റയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ക്ലോക്ക് ടൈം, 0 ടൈം. ഈ 6 മണി മീൻ 0 ടൈം, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് ടൈം 0 ടൈമാണ്. അതായത് നമ്മളെ റെയിൽവേ ടൈമില്ലടാ, 24 hours-ൻ്റെ ടൈം. റെയിൽവേ 24 hours എങ്ങനെ കൺസിഡർ ചെയ്യുക? രാത്രി 1 മണിക്ക് പകരം ഇവർ 0 ടൈം എന്നാണ് പറയുക. പിന്നെ 1, 2, 3, 12 മണി കഴിഞ്ഞാൽ പിന്നെ 0 ആണ്. പിന്നെ 1, 2, 3, 4, 5 അങ്ങനെയാണ് 24 hours വരിക. അപ്പോൾ അതിൽ 0 ടൈമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ റിക്വസ്റ്റ് അറൈവൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വന്നു, ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അയാൾ 0 ടൈമിലാണ് വന്നിട്ടുള്ളത്. ക്ലോക്ക് ടൈം എത്രയാണ്? 0 ടൈം. എത്രയാണ് സർവീസ് ടൈം? ആ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 hour സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അതേ സമയത്ത് തന്നെ വേറൊരു കസ്റ്റമർ 0.3 ടൈമിൽ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, സോറി ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ സാറേ 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ നമ്മൾക്ക് ടോട്ടലി ഉള്ളത് ഒരു മണിക്കൂറിൽ? ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. അതായത് 60 മിനിറ്റ് എത്രയാണ്? 100%. അങ്ങനെയാണെങ്കിൽ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 6 മിനിറ്റ് ആയിരിക്കുമല്ലോ. 10% അല്ലെങ്കിൽ നമുക്ക് പറയാം 0.1 എന്ന് പറയാം, അല്ലേ? അപ്പോൾ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 0.3 എത്രയായിരിക്കും? 6 × 3 ചെയ്താൽ മതി. എത്ര കിട്ടി? 18 മിനിറ്റ്. അപ്പോൾ 0.3 ക്ലോക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 18 മിനിറ്റ് എന്നാണ്. അത് മനസ്സിലാക്കി വെക്കണം, നോട്ട് ചെയ്യണം. ഓക്കെ, അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ICMI ആ രീതിയിലാണ് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, 18 മിനിറ്റ്. ഇനി ഈ പറയുന്ന കസ്റ്റമർക്കും എത്ര സമയമാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 1 hour ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ ഏത് സമയത്താണ് വരുന്നത്? 2 മണിക്കാണ് വരുന്നത്. അയാൾക്കും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര സമയമാണ്? 1.5 hours ആണ്. ദാറ്റ് മീൻസ് എത്ര മിനിറ്റ് ആയിരിക്കും അത്? 90 മിനിറ്റ് ആയിരിക്കും. അടുത്ത കസ്റ്റമർ നമ്മളെ കയ്യിലേക്ക് വരുന്നത് 3 മണിക്കാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. അയാൾക്ക് ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് 1.5 hours ആണ്. കാരണം ഇത് അവേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കസ്റ്റമർ 6:30ക്കാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. അയാൾക്ക് ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് അല്ലേ? ടോട്ടൽ 1 ആണ്. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്. ദ മെയിൻ്റനൻസ് ലേബർ കോസ്റ്റ് ഈസ് 150 per hour. ദ ഡിലേ ടൈം കോസ്റ്റ് ഈസ് 500 rupee per hour. യെസ്, മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ്റനൻസ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിൽ ടൈം. അതായത് ഞാൻ ഡിസ്കസ് ചെയ്തുതരാം എന്തുകൊണ്ട് ഐഡിൽ ടൈം എന്ന് പറഞ്ഞു. നമ്മുടെ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലേബേഴ്സിനെ വെച്ചിട്ടുണ്ടാവും നമ്മൾ മൊബൈൽ ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലേബർക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും, അയാൾ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, വർക്ക് ചെയ്യാത്ത സമയം ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? അയാൾക്ക് സാലറി കൊടുക്കണം, സ്വാഭാവികമാണ്. ഐഡിൽ ടൈമിനും സാലറി കൊടുക്കണം. ഇപ്പോൾ ഫുൾ ടൈം അയാൾക്ക് വർക്കില്ലെങ്കിൽ
ആ സമയത്തിന് ഞാൻ അയാൾക്ക് സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ? നമുക്ക് നഷ്ടമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള മെയിൻ്റനൻസ് ലേബർ കോസ്റ്റ് ഈസ് 150 റുപ്പി. ഇനി ഡിലേ ടൈം കോസ്റ്റ് ഈസ് 500 റുപ്പി. എന്താണ് ഡിലേ ടൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കയ്യിലേക്ക് അടുത്തോട്ടൊരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളെ സ്റ്റാഫൊക്കെ വർക്കിങ്ങിലാണ്, ആരും ഫ്രീ ഇല്ല. സ്വാഭാവികമായിട്ടും ഈ കസ്റ്റമർ ഇഷ്ടംപോലെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിൽ ഇഷ്ടംപോലെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർലി നമ്മൾക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്? 500 റുപ്പീസാണ്. ഓരോ മണിക്കൂറിനും 500 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരിക. ദെൻ ഫൈൻഡ് the idle time cost for the maintenance person and delay time cost for the machinery. Let's start. Yes. So നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഇത് മറന്നു പോകരുത്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 0.1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആയിരിക്കും? 6 മിനിറ്റ് ആയിരിക്കും. 10% പറഞ്ഞു കഴിഞ്ഞാൽ 6 മിനിറ്റ് ആയിരിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഐഡിൽ ടൈം കോസ്റ്റ് ആൻഡ് ഡിലേ ടൈം കോസ്റ്റ്. ക്ലോക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മിനിറ്റിലാണ്. അതായത് 12 മണി കഴിഞ്ഞു രാത്രി, ഇനി അങ്ങോട്ട് 1, 2, 3 അങ്ങനെ വരാൻ പോവാണ്. ഓക്കെ, ആദ്യം കസ്റ്റമർ അറൈവൽ ടൈം, പിന്നെയോ ടൈം സർവീസ് സ്റ്റാർട്ടഡ്, പിന്നെ സർവീസ് ടൈം, സർവീസ് എൻഡ് ടൈം, ഐഡിൽ ടൈം, ഡിലേ ടൈം. ഇത്രയും ഡാറ്റ നമുക്ക് ആവശ്യമുള്ളത്. എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്ലോക്ക് ടൈമിൽ 0 ആയിരിക്കുമല്ലോ, 0 ആയിരിക്കും. സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ആ സമയത്ത്, അതായത് ക്ലോക്ക് ടൈം 0 ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മളെ റിപ്പയറിൻ്റെ സ്റ്റാഫൊക്കെ അവൈലബിൾ ആണ്. 0 ടൈമിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും, ക്ലോക്കിൽ 0 ഉള്ള സമയത്ത്. ഇനി സർവീസ് ടൈം, ഫസ്റ്റ് ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സമയമാണ് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കേണ്ടത്? ഒന്നാമത്തെ ആൾക്ക് 1 മണിക്കൂർ സർവീസ് ടൈം കൊടുക്കണം അല്ലേ? സോ ഞാനിവിടെ സർവീസ് ടൈം എന്ന് പറഞ്ഞിട്ട് 60 മിനിറ്റ് കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 1 അവർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ 60 മിനിറ്റ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ സർവീസ് എൻഡ് ടൈം എത്രയായിരിക്കും? എപ്പോഴായിരിക്കും ആ സർവീസ് കംപ്ലീറ്റ് ചെയ്യുക? 0 ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറാണ് നമ്മൾ സർവീസ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും ക്ലോക്കിൽ 1 ആയിരിക്കും ക്ലോക്ക് ടൈം കാണിച്ചിട്ടുണ്ടാവുക അല്ലെ? 1 മണിക്കൂറിലെ സമയം എടുക്കുക, അപ്പോൾ ക്ലോക്കിൽ 1 o'clock ആയിരിക്കും. ഇവിടെ ഐഡിൽ ടൈം ഉണ്ടോ? ഇല്ല. നമ്മളെ സ്റ്റാഫ് വരുന്നു, നേരെ വർക്ക് ചെയ്യുന്നു, 1 അവർ കംപ്ലീറ്റ് ചെയ്യുന്നു, ഐഡിൽ ടൈം ഇല്ല. ഡിലേ ടൈം ഉണ്ടോ? ഇല്ല. നമ്മളെ കസ്റ്റമർ കറക്റ്റ് 0 ക്ലോക്കിൽ വന്നിട്ടുണ്ട്, നേരെ നമ്മളെ സ്റ്റാഫിന് ഫോൺ കൊടുക്കുന്നു, അയാൾ അപ്പോൾ തന്നെ നന്നാക്കി കൊടുക്കുന്നു. 1 അവർ ആണ് സമയം എടുത്തത്. ഈ 1 അവർ എന്ന് പറയുന്ന സമയം നിങ്ങൾ ഡിലേ ടൈം ആയിട്ട് കാണിക്കരുത് കേട്ടോ. ഡിലേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ഉണ്ടെന്ന് നോക്കേണ്ടത്. ദാറ്റ് മീൻസ് ഒരു കസ്റ്റമർ വന്നു, നമ്മൾ കസ്റ്റമർ വന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫൊക്കെ ഫുൾ ടൈം വർക്കിലാണ്, ആരും ഫ്രീ ഇല്ല. അപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ മേടിച്ച് വെക്കാൻ അവിടെ ഒരാളില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാൾ ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. ഈ സമയത്തെയാണ് നമ്മൾ ഡിലേ ടൈം എന്ന് പറയാം. അതല്ലാണ്ട് ഒരു കസ്റ്റമർ വന്നു, അയാളുടെ ഫോൺ നമ്മൾ മേടിച്ചു, ഇനി സർവീസ് ടൈം 1 അവർ എടുക്കുന്നുണ്ടെങ്കിൽ ആ 1 അവറിനെ ഡിലേ ടൈം എന്ന് പറയരുത്, അത് സർവീസ് ടൈമാണ്. ഓക്കെ, വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഡിലേ ടൈമും ഐഡിൽ ടൈമൊന്നും ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ കസ്റ്റമർ എപ്പോഴാണ് വരുന്നത്? രണ്ടാമത്തെ കസ്റ്റമർ വരുന്നത് 0.3 ആണ് ക്ലോക്ക് ടൈം, അതായത് 18 മിനിറ്റിലാണ് ആൾ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലോക്ക് ടൈമിൽ 0.18 കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സർവീസ് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കയ്യിൽ ആകെ ഒറ്റ സ്റ്റാഫ് മാത്രമല്ലേ ഉള്ളൂ. ആ സ്റ്റാഫ് എപ്പോഴാണ് മുമ്പ് ഉണ്ടായിരുന്ന സർവീസ് എൻഡ് ചെയ്തത്? 1 o'clock അപ്പോൾ നമ്മൾക്ക് 1 o'clock മാത്രമല്ലേ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾ എപ്പോൾ എത്തിയിട്ടുണ്ട്? 0.18 എത്തിയിട്ടുണ്ട്. പക്ഷേ സർവീസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? 1 o'clock. എത്ര സമയമാണ് സർവീസ് സമയമെടുക്കുന്നത്? രണ്ടാമത്തെ ആൾക്ക് സമയമെടുക്കുന്നത് 1 അവർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സർവീസ് ടൈം ഈക്വൽ ടു 1 അവർ, ദാറ്റ് മീൻസ് 60 മിനിറ്റ്. അപ്പോൾ എപ്പോഴായിരിക്കും സർവീസ് എൻഡ് ചെയ്യുക? രണ്ടാമത്തെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് 1 o'clock 1 മണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2 മണിക്കല്ലേ സർവീസ് എൻഡ് ചെയ്യുള്ളൂ. യെസ്. ഇവിടെ ഐഡിൽ ടൈം ഉണ്ടോ? ഐഡിൽ ടൈം ഇല്ല എന്ന് പറയാനുള്ള റീസൺ, നമ്മുടെ സ്റ്റാഫ് വെറുതെ തന്നിട്ടില്ല. രണ്ടാമത്തെ കസ്റ്റമറേയും ഉടനെ തന്നെ ആളെടുത്തിട്ടുണ്ട്, ഒരു ഐഡിൽ ടൈമും ഇല്ല. ഡിലേ ടൈം ഉണ്ടോ? നമ്മൾ കസ്റ്റമർ വെറുതെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളെ വർക്ക് ഏറ്റെടുക്കുന്നതിന് മുമ്പ് വെറുതെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാവുക? അയാൾ 0.18 എന്ന് പറയുന്ന ക്ലോക്ക് ടൈമിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ആളുടെ വർക്ക് നമ്മൾ എപ്പോഴാണ് ഏറ്റെടുത്തത്? 1 o'clock ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ സമയം ആൾ വെറുതെ തന്നിട്ടുണ്ട്. 18ാമത്തെ മിനിറ്റിൽ ആൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 60ാമത്തെ മിനിറ്റിൽ മാത്രമേ നമ്മൾ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര മിനിറ്റിൻ്റെ ഡിലേ ഉണ്ട്? 60 - 18, 42 മിനിറ്റിൻ്റെ ഡിലേ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ 42 മിനിറ്റിന് സ്വാഭാവികമായിട്ടും നമ്മൾ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്കൊരു കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത കസ്റ്റമർ എപ്പോഴാണ് വരുന്നത്? അടുത്ത കസ്റ്റമർ വരുന്നത് 2 മണിക്കാണ്, 2 o'clock വരുന്നത്. അപ്പോൾ ഞാനിവിടെ
കസ്റ്റമർ അറൈവൽ ടൈം ഞാനിവിടെ 2 o'clock കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എപ്പോഴാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പത്തെ സർവീസ് എപ്പോഴാണ് എൻഡ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. മുമ്പത്തെ സർവീസ് എൻഡ് ചെയ്തത് 2 മണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 മണിക്ക് തന്നെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾ ഫ്രീ ആയിട്ടുണ്ട് 2 മണിയാകുമ്പോഴേക്കും. യെസ്. ഇനി മൂന്നാമത്തെ വർക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്? 1.5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് അല്ലേ. സോ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സർവീസ് ടൈം 90 മിനിറ്റ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർവീസ് എൻഡ് ടൈം എത്രയായിരിക്കും? 2 o'clock സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ 1.5 hours എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 3.3 കംപ്ലീറ്റ് ആവുള്ളൂ, 3:30 കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ ഐഡിൽ ടൈം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കസ്റ്റമർ എപ്പോഴാണ് അറൈവലായിട്ടുള്ളത്? 2 മണിക്കാണ്. 2 മണിക്ക് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഡിലേ ടൈം ഇല്ല, ഐഡിൽ ടൈം എന്തായാലും ഇല്ല. കാരണം എന്താ, നമ്മുടെ സ്റ്റാഫ് 2 മണിക്കാണ് വർക്ക് എൻഡ് ചെയ്തത്, നേരെ അടുത്ത വർക്ക് ആൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഐഡിൽ ടൈമും ഇല്ല. ഇനി അടുത്ത വർക്ക് നോക്കിയേ, 3 o'clock അടുത്ത കസ്റ്റമർ നമ്മളെ കയ്യിലേക്ക് വരുന്നത്. സോ ഞാനിവിടെ ടൈം 3 o'clock കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ 3 o'clock തന്നെ നമുക്ക് ആളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിന് മുമ്പത്തെ വർക്ക് നോക്കിയേ, സർവീസ് എൻഡ് ടൈം 3:30 കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആള് 3 o'clock എത്തിക്കഴിഞ്ഞാലും ആളുടെ വർക്ക് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 3:30 അല്ലേ. സർവീസ് എപ്പോഴാണ് എൻഡ് ആവുന്നത്? അയാളുടെ വർക്ക് 1.5 hours ആണ് നമ്മൾക്ക് സമയം എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 1.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്, 90 മിനിറ്റ്. സോ ഞാനിവിടെ എന്ത് കാണിക്കണം? 90 മിനിറ്റ് ടൈം കാണിക്കണം. എപ്പോഴാണ് വർക്ക് എൻഡ് ആവുക? 3.3 പ്ലസ് 1.5 hours അല്ലെങ്കിൽ 90 മിനിറ്റ്. എത്ര കിട്ടി? 5 മണിക്കാണ് ആ സർവീസ് എൻഡ് ആവുന്നത് അല്ലേ. 5 മണിക്കാണ് ആ സർവീസ് എൻഡ് ആവുന്നത്. ഇവിടെ ഐഡിൽ ടൈം ഉണ്ടോ? ഐഡിൽ ടൈം ഇല്ല. നമ്മുടെ സ്റ്റാഫ് ഫുൾ ടൈം വർക്കിലാണ്, ആൾ ഫ്രീയേ എടുക്കുന്നില്ല അല്ലേ. പക്ഷേ ഇവിടെ ഡിലേ ടൈം സംഭവിച്ചിട്ടില്ലേ? എന്താ, കസ്റ്റമർ 3 o'clock നമ്മൾ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്, പക്ഷെ ആൾക്ക് എപ്പോഴാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്? 3.3 ദാറ്റ് മീൻസ് ഒരു 30 മിനിറ്റ് ഡിലേ ടൈം ഉണ്ട് അല്ലേ. യെസ്. ഇനി അടുത്ത കസ്റ്റമർ അറൈവൽ എപ്പോഴാണ്? 6.3 ആള് പിന്നെ എത്തുന്നത് എപ്പോഴാണ്? 6:30. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഇവിടെ കസ്റ്റമർ അറൈവൽ ടൈം 6.3 കൊടുത്തു. എപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക? 6:30 കസ്റ്റമർ എത്തിയിട്ടുള്ളൂ, അപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. മുമ്പത്തെ വർക്ക് എപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നോക്കിയേ? 5 മണിക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടുത്ത കസ്റ്റമർ എപ്പോഴേ എത്തിയിട്ടുള്ളൂ? 6:30 എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്റ്റാഫിനും എപ്പോഴേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? 6:30 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ വർക്കില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടൈം സർവീസ് സ്റ്റാർട്ട് 6:30 കൊടുത്തു. എത്ര മിനിറ്റാണ് അയാളുടെ വർക്കിന് നമുക്ക് സമയം എടുത്തിട്ടുള്ളത്? 0.5 hours. 0.5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് അല്ലേ. 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 0.5 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്. സോ 30 മിനിറ്റ് ഞാൻ കാണിച്ചു. അപ്പോൾ എപ്പോഴാണ് വർക്ക് എൻഡ് ചെയ്യുക? 6:30 തുടങ്ങിയ വർക്കാണ്, അരമണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ 7 മണിക്ക് കംപ്ലീറ്റ് ആവും ഇല്ലേ. 7 മണിക്ക് കംപ്ലീറ്റ് ആയി. ഇവിടെ ഐഡിൽ ടൈം ഉണ്ടോ? ഇവിടെ ഐഡിൽ ടൈം ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ചങ്ങാതി അതിന് മുമ്പത്തെ വർക്ക് എപ്പോഴാണ് ഫിനിഷ് ചെയ്തത്? 5 മണിക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത വർക്ക് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? 6:30. 1.5 മണിക്കൂർ ഐഡിൽ ടൈം ഉണ്ട്. ദാറ്റ് മീൻസ് 90 മിനിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഡിലേ ടൈം ഉണ്ടോ? ഡിലേ ടൈം ഇല്ല. ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ ഒരിക്കലും ഡിലേ ടൈം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ സ്റ്റാഫ് അടുത്ത വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വർക്കില്ല. അപ്പോൾ അടുത്ത സ്റ്റാഫ് വന്നാൽ ഉടനെ വർക്ക് ഏറ്റെടുക്കൂലേ, അപ്പോൾ ഡിലേ ടൈം ഉണ്ടാവില്ല അല്ലേ. യെസ്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, കസ്റ്റമർ അറൈവ് ചെയ്തത് 6:30 സർവീസ് സ്റ്റാർട്ട് ചെയ്തതും കറക്റ്റ് 6:30 ഡിലേ ടൈം ഇല്ല. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ എപ്പോഴാണ് വർക്ക് എൻഡ് ആയിട്ടുള്ളത്? 7 o'clock വർക്ക് എൻഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കംപ്ലീറ്റ് ആയല്ലോ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ? ക്വസ്റ്റ്യനിൽ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, പ്രൊവൈഡഡ് എ സർവീസ് ഡ്യൂറിങ് ആൻ 8 hours പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് എപ്പോഴാണ് പോവുക? 0 ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആശാൻ പോകുന്നത് 8 മണിക്കല്ലേ. 8 മണിക്കൂർ വർക്ക് ചെയ്യണ്ടേ? യെസ്. നമ്മുടെ കസ്റ്റമർ ലാസ്റ്റ് വന്നത് 6:30. ആളുടെ വർക്ക് കഴിഞ്ഞത് എപ്പോഴാണ്? 7 മണിക്കാണ്. 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ സ്റ്റാഫിന് വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. പക്ഷെ ആൾ എപ്പോഴേ പോകുന്നുള്ളൂ? 8 മണിക്കേ പോകുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 1 hour ആൾ ചുമ്മാ ഇരിക്കല്ലേ, അത് നമ്മൾ ഐഡിൽ ടൈമായിട്ട് കാണിക്കണ്ടേ. 8 മണിക്കേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് വരെയുള്ള സാലറി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ആളുടെ ഫ്രീ ടൈം 7 o'clock ആണ്, പക്ഷേ 8 o'clock മാത്രമേ ആൾ അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇത് അറൈവൽ ടൈം അല്ല, പക്ഷെ നമ്മൾ ഇവിടെയാണ് തന്നെ കൂടെ എഴുതുക മാത്രം. ഈ 1 hour മുഴുവനായിട്ടും, അതായത് 60 ടൈം മുഴുവനായിട്ടും എന്താണ്, ഐഡിൽ ടൈമാണ്. ഓക്കെ ആണോ? ഇപ്പോൾ ടോട്ടൽ എത്ര ഐഡിൽ ടൈം വന്നിട്ടുണ്ട്? 90 മിനിറ്റ് പ്ലസ് 60 മിനിറ്റ്, 150 മിനിറ്റ് ആണ് ടോട്ടൽ ഐഡിൽ ടൈം വന്നിട്ടുള്ളത്. എത്രയാണ് ഡിലേഡ് ടൈം ഉള്ളത്? 42 മിനിറ്റ് പ്ലസ് 30 മിനിറ്റ്, 72 മിനിറ്റ് ആണ് ഡിലേഡ് ടൈം ഉള്ളത്. നമ്മളോട് ചോദിച്ചത് എത്രയാണ് ഐഡിൽ ടൈം കോസ്റ്റ് വരുന്നത്, എത്രയാണ് ഡിലേ ടൈം കോസ്റ്റ് വരുന്നത്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഐഡിൽ ടൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു, 1 മണിക്കൂറിന് നമ്മൾ ലേബർക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എത്രയാണ്? 150 റുപ്പിയാണ്. സോ 1 മണിക്കൂറിന് 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റിനല്ലേ 150 റുപ്പി. 150 റുപ്പി ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് ഇൻറ്റു, അങ്ങനെ എത്ര മിനിറ്റ് ആണ് ഐഡിൽ ടൈം ഉള്ളത്? 150 മിനിറ്റ് ഐഡിൽ ടൈം ഉണ്ട്. ദാറ്റ് മീൻസ് ഈ 375 രൂപ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഐഡിൽ ടൈം കോസ്റ്റ് എന്ന് വിളിച്ചത്. അടുത്തത് ഡിലേ ടൈം കോസ്റ്റ്. ഡിലേ ടൈം കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 500 റുപ്പീസ് ആണ് ഡിലേ കോസ്റ്റ് പെർ അവർ കോസ്റ്റ് വരുന്നത്. സോ 500 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ്, 60 മിനിറ്റിനാണ് 500 രൂപ. അങ്ങനെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്? 72 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 600 രൂപ നമ്മൾക്ക് എന്ത് വന്നിട്ടുണ്ട് മക്കളെ? ഡിലേയിങ് കോസ്റ്റ് വന്നിട്ടുണ്ട്. ആൻസർ ഈസ് കംപ്ലീറ്റഡ്. കോപ്പി ചെയ്തോളൂ. സോ ഇതോടുകൂടെ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക്